മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. ലീഗൽ അസിസ്റ്റന്റ് ഒരു വലിയ സിലബസ് ആണ്. ചെറിയ സിലബസ് അല്ല, വലിയ സിലബസ് ആണ്. നമുക്ക് മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത്ര ദിവസം മതി. അപ്പോൾ ഇനി എങ്ങനെ പഠിക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറച്ചധികം കുട്ടികളുണ്ട്, നന്നായി പഠിക്കുന്ന കുറേ അധികം കുട്ടികളുണ്ട് നമുക്ക്. ഓക്കെ, ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ 25 ദിവസം സ്റ്റഡി പ്ലാൻ ആണ്. 75 ഡേയ്സ്, 75 ദിവസം കൊണ്ട് സിലബസ് പൂർത്തിയാക്കും. പിന്നീട് മോഡൽ എക്സാമിലേക്ക് പോകും. ഈ 75 ദിവസവും നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ഡിവൈഡ് ചെയ്ത് തന്നിട്ട് പോവല്ല. നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഡെയിലി എക്സാം അറ്റ് 9 PM, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് പരീക്ഷ. ഓക്കെ, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് പരീക്ഷ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, നാളെ മുതലാണ് ആരംഭിക്കുന്നത്. മാസ്റ്റർ കെ അക്കൗണ്ട് സ്റ്റുഡന്റ് ആണ് എങ്കിൽ അവർക്കറിയാം. അതല്ല, പുതുതായിട്ടൊരു കുട്ടി വരുന്നു, അവരോട് പറയുകയാണ് ഡേ 1 ഓഗസ്റ്റ് 1 തീയതിയാണ്. മൊഡ്യൂൾ 1 ക്ലാസ് 5 ക്ലാസ്സിൽ കണ്ട് പഠിക്കണം. 5 മണിക്കൂറോളം വരും. അപ്പൊ ചോദിക്കും, ഞങ്ങൾ അല്ല എന്തിനും വല്ലതാണോ 5 മണിക്കൂർ കണ്ടിന്യൂസ് പഠിക്കാൻ? അവിടെ പറഞ്ഞു തരാം. 5 മണിക്കൂറും കണ്ടിന്യൂസ് പഠിക്കാൻ ഞാൻ പറയുന്നില്ല. 20 മിനിറ്റ് നിങ്ങൾ പഠിക്കും. 20 മിനിറ്റ്, അതായത് 1 മണിക്കൂറിന്റെ വീഡിയോ 1.5 സ്പീഡിൽ ഇട്ട് കണ്ടാൽ 40 മിനിറ്റ് മതിയാവും. നിങ്ങൾക്ക് 20 മിനിറ്റ് കാണുമ്പോൾ പകുതിയാകും. ആ വീഡിയോ കാണുന്നു, ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നു. ഓക്കെ, ആ ഷോർട്ട് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് വായിച്ചു നോക്കുന്നു. നമ്മുടെ നോട്ടുണ്ട്, അത് പ്രിന്റബിൾ ഫോമാ, അത് നിങ്ങൾ നോക്കുന്നു. ഓക്കെ, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബാക്കി 20 മിനിറ്റ്സ് കാണുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഒരു നിശ്ചിതമായ ഗ്യാപ്പ് എടുക്കുക. ഒരു ഓൺലൈൻ ക്ലാസ് അല്ലേ, കണ്ടിന്യൂസ് കാണാൻ പറ്റത്തില്ല. അങ്ങനെ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് 1 മണിക്കൂറിന്റെ വീഡിയോ 40 മിനിറ്റ് കൊണ്ട് കാണാൻ പറ്റും. അങ്ങനെ 5 സെറ്റ്. ഓക്കെ, അങ്ങനെ പഠിച്ചു വന്നാൽ ഉറപ്പായിട്ടും രാത്രി 9 മണിയുടെ പരീക്ഷ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പറയാം, ഞാൻ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഈ കോഴ്സിൽ വിജയിക്കണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. ഒരുവിധം എല്ലാ അഡ്വക്കേറ്റ്സിനും ജോലിയുള്ളവരായിരിക്കും. അപ്പൊ അവര് രാവിലെ 6 മണിക്ക് പോയിട്ട് രാത്രി 10 മണിക്ക് വരുന്നവർക്ക് പറ്റുന്ന കേസല്ല. ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണിത്. അപ്പം 5 ക്ലാസ്സുകൾ സത്യമാണ്. സത്യം പറഞ്ഞാൽ ഈ സ്റ്റഡി പ്ലാന് സെറ്റ് ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞാനാണിത് പഠിക്കുന്നതെങ്കിൽ എങ്ങനെ പഠിക്കും? അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ലീഗൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. ഞാൻ എങ്ങനെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യും? നമുക്ക് 5 മണിക്കൂർ 5 മണിക്കൂർ പഠിക്കാൻ പറ്റും. എന്താണ്, സ്പീഡ് കൂട്ടി കണ്ടാൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, വെറുതെ നിങ്ങളുടെ സിനിമ കാണുന്നത് കണ്ടാൽ പറ്റത്തില്ല. വീഡിയോ ക്ലാസ് കാണുന്ന ഒപ്പം തന്നെ ഷോർട്ട് നോട്ട് തയ്യാറാക്കിക്കോണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതിക്കോണം. നമ്മുടെ നോട്ട്സ് പ്രിന്റബിൾ ഫോമിലെടുത്ത് അത് പഠിച്ചോണം. കാര്യം എക്സാമിന് ഒരു 10 ദിവസം മുന്നേ വീഡിയോ കാണാൻ സ്റ്റോപ്പ് ചെയ്യണം. എക്സാമിന് 10 ദിവസം മുമ്പേ. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഷോർട്ട് നോട്ടുകൾ മാത്രം നോക്കുക. നമ്മുടെ എക്സാമുകൾ മാക്സിമം ചെയ്യുക, പോവുക. അടുത്ത മൊഡ്യൂൾ ഡേ 2 എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 BNS ക്ലാസ് 1 to 5, അത് 5 ക്ലാസ് ഉണ്ട്. അടുത്ത ഡേ 3 മൊഡ്യൂൾ 5 BSA ക്ലാസ് 1 to 5. ഡേ 4 വരുന്നത് മൊഡ്യൂൾ 8 ട്രേഡ് യൂണിയന്റെ 1 to 3 മൂന്ന് ക്ലാസ് കണ്ടാൽ മതി. ഡേ 5 മൊഡ്യൂൾ 9 ക്ലാസ് 1 to 3 3 ക്ലാസ് കണ്ടാൽ മതി. ഡേ 6 മൊഡ്യൂൾ 10 ക്ലാസ് 1 to 8. ഡേ 7 എന്താണ്, മൊഡ്യൂൾ 1 ക്ലാസ് 6 to 10. ഡേ 8 എന്താണ്, മൊഡ്യൂൾ 3 ക്ലാസ് 6 to 10. ഡേ 9 മൊഡ്യൂൾ 5 ക്ലാസ് 6 to 9. ഇനി 10ാം ദിവസം എന്താണ്, റിവിഷൻ ആണ്. 9 ദിവസവും പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം എഴുതണം. ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? 10ാം ദിവസം റിവിഷൻ എഴുതണം. റിവിഷൻ എക്സാം രാത്രി 9 മണിക്കുണ്ടാകും. എന്ത് സിസ്റ്റമാറ്റിക് ആണ് നോക്കണേ, എന്ത് സിസ്റ്റമാറ്റിക് ആണ്. എനിക്ക് ലക്ഷ്യബോധമുണ്ട്. കാരണം മാസ്റ്റർ കെ അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തു. അവരുടെ സ്റ്റഡി പ്ലാൻ എൻ്റെ മുന്നിലുണ്ട്. 5 വീഡിയോ ക്ലാസ് കാണണം. രാവിലെ എണീക്കുമ്പോൾ മനസ്സിൽ വരും 5 വീഡിയോ ക്ലാസ് കാണണം. വൈകുന്നേരം എക്സാം എഴുതണം. അങ്ങനെ കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സിലബസ് കവേർഡ് ആകും, സിലബസ് പൂർത്തിയാകും. പിന്നെ സെപ്റ്റംബർ ആദ്യ വാരത്തോടുകൂടി നമ്മുടെ എന്താണ്, റാങ്ക് ഫയൽ അവൈലബിൾ ആകും. ആ റാങ്ക് ഫയൽ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനും ആൻസറും എക്സ്പ്ലനേഷനുമാണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 100-ലധികം ചോദ്യങ്ങൾ ഉണ്ടാകും. അത് പുതിയ ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പൊക്കെ ഉണ്ടാകും. അത് റെഫർ ചെയ്യുക, അത് നന്നായിട്ട് പഠിക്കുക. സെപ്റ്റംബർ ആദ്യവാരം ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒക്ടോബർ 23-നാണ് എക്സാം വരുന്നത്. ഏകദേശം ഒരു 50 ദിവസം റിവിഷൻ ചെയ്യാൻ കിട്ടും നിങ്ങൾക്ക്. അത് മതിയാകും. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നു, റാങ്ക് ഫയൽ വെച്ച് റിവിഷൻ ചെയ്യുന്നു, വലിയ വിജയം നിങ്ങൾക്ക് നേടാൻ പറ്റും. എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെക്കിൽ ജോയിൻ ചെയ്യുക. വെറും 3500 മാത്രമേ ഉള്ളൂ. റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും.